കിതക്കുന്നേ? അച്ഛനെവിടെ? അണ്ണൻ വരുന്നുണ്ട്. ഞങ്ങളാ CA പണിഞ്ഞ് അവ ഇനി എണീറ്റ് നടക്കണ്ട. നിങ്ങളിത് എന്തൊക്കെയാ ചെയ്യണേന്നറിയോ അപ്പു? എന്തൊക്കെ ചെയ്താലും നമ്മുടെ പാപ്പന് അനുഭവിച്ച പോലെ വരില്ലല്ലോ. അണ്ണൻ ടെൻഷൻ അടിക്കണ്ട. വാ എന്താടാ നീ ഒന്ന് ആത്തി കയറി. നീ അണ്ണന്റെ ബാഗ് ബാക്കി. എടാ ചന്ദ്രമയ്ക്കലോട് ഞാൻ സംസാരിച്ചിട്ട് എല്ലാം ശരിയാക്കാന്നാ പറയുന്നത്. അതുവരെ നിങ്ങളൊന്ന് മാറണം. ആത്തി കയറി പറയാം. ഞാൻ തെങ്കാശ്ശേരിയിലുള്ള ശെൽവണനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടി അങ്ങനെ പോകണ്ട. ഞാൻ എന്തായാലും പുലർച്ചെ കൊണ്ട് പോകും. നീ സന്തോഷം കൂട്ടി കൊണ്ട് വന്നാൽ മതി. എൻ്റെ വിഷമം അതല്ല. നമ്മളെല്ലാവരും കൂടി പോയി അവർ ബസ്സാറിയ കയറുമെന്ന് എൻ്റെ പേടി. എന്നാ എല്ലാവർക്കും പിടി കൊടുക്ക. നീ ഒന്നും മിണ്ടായിരിക്കും. പുറത്താകെ പോലീസാ. പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞാൽ നടപടിയാണ് കേസല്ല. നാളെ ഒന്ന് ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതി, അതാ സേഫ്. പിന്നെ അണ്ണന് പോകാനുള്ള വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പോലീസുകാരായി പെട്ടാ അതവിടെ തീർന്നു. സന്തോഷ് വണ്ടിയുള്ള സ്ഥലത്തല്ലേ നിങ്ങൾ വണ്ടിയാണ്? ആ ചേട്ടാ നിർത്തണ്ട വിട്ടോ. കുഴപ്പമില്ലേട്ടാ, എനിക്ക് പരിചയമുള്ള ആളാണ്. ചേട്ടൻ കൂടാ? ഞാൻ ആ സ്റ്റാൻഡിൽ വരും. ആ അതെന്ത് പണിയാണ് ചേട്ടാ? നമ്മുടെ കൂട്ടത്തിൽ ഒരു തന്നിട്ട് പണിതിട്ട് നൈസായിട്ട് നാട് വിട്ടാ പിന്നെ നമ്മളെ കാരാശ്വരത്തല്ലേ? അതെ സാറേ. എടാ ഈ സമയത്ത് നമ്മൾ ആ ബാർ വഴി പോണോ? ഇവിടെ കയ്യിൽ 5 പൈസ ഇല്ല. ഇതെപ്പോ തിരിച്ചൊരുന്ന് അറിയാൻ വയ്യാത്ത പോക്കല്ലേ. അച്ഛൻ കുറച്ച് പൈസ ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിർത്തടോ. ഇവരൊന്നും ഒന്നും പറയാൻ പോണില്ല. ഇവന്മാർക്കേ കൂറിച്ചിരി കൂടുതലാ. എന്തു പറയാ സാറേ? ഇവന്മാരെ പൊക്കണ്ടേ? ഇവന്മാർ ഓടിയാ എവിടം വരെ ഓടും? നമുക്ക് പൊക്കാട ഉത്തമാ. ഇവനെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കാം സാറേ. എടോ ഇത് ഇന്ന് വല്ലതും തീരോ? ഇപ്പൊ തീർക്ക് സാറേ. ഇതൊക്കെ ഏതാണ്? ഓ അയാൾ എത്രയും പെട്ടെന്ന് മെഡിക്കലിൽ എത്തിക്കണം. അയാളെങ്ങനെ ഇവിടെ കിടന്ന് വല്ല ഹാർട്ട് അറ്റാക്ക് അയച്ചാൽ അറിയാലോ. ഓക്കെ സാർ. റിമാൻഡ് റിപ്പോർട്ട് റെഡി ആയിക്കോ. ഓക്കെ. ഡോ ആ ചോർച്ചയുടെ അവസ്ഥ നോക്കിയിട്ട് ആ CCTV ഒന്ന് സെറ്റ് ചെയ്യിക്കാം സാർ. സാർ എടോ കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ ലീവിൻ്റെ പേപ്പർ DPUലേക്ക് അയക്കാൻ മറക്കണ്ട സാർ. അതിൻ്റെ കൂടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ചേക്ക്. ആ എടോ താനാണ് ആ പെണ്ണിനെയും ചെക്കനെയും കസ്റ്റഡിയിലെടുത്തത്? അതെ സാറേ, ഞാനാ ബുക്ക് ചെയ്ത്. രണ്ടിൻ്റെ ഒരു ചുറ്റിക്കളി. എന്ത് ചുറ്റിക്കളി? സാറേ പബ്ലിക്കായിട്ട് കിസ്സിങ് ബലമായിട്ട് പിടിച്ച രണ്ടിനെ മാറ്റിയത്. തനിക്കൊക്കെ എന്തിൻ്റെ കഴപ്പാടോ? എടോ ഒരു SH ആണ് തല്ലുകൊണ്ട് ആശുപത്രി കിടക്കുന്നത്. അതിനിടയിലാണ് തൻ്റെ കിസ്സിങ് കേസ്. സാറേ അത് മാത്രമല്ല, ഇവിടെ ഈ ലേഡീസ് ഹോസ്റ്റലിൽ കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നത് ഇവറ്റകളാണോ എന്നൊരു ഇൻഡ്യൂഷനും ഉണ്ട്. താൻ തൻ്റെ ഈ തൊലഞ്ഞ ബുദ്ധി മടക്കി പോക്കറ്റിലാക്കി വെക്ക്. എടോ ഒരു കിളവനെ പൊക്കിക്കൊണ്ടൊന്നും ഒന്നും ആയില്ല. ഇനി 2 പേരുണ്ട് നമ്മുടെ ലിസ്റ്റിൽ, അത് മറക്കണ്ട. മനസ്സിലായ? എടോ ആ കിസ്സിങ് കേസുകാരെ ID മേടിച്ച് വിട്ടേക്ക്. സാർ ഓരോ ഉടായ്പും കുക്കിക്കൊണ്ട് വന്നോളൂ. ആൻസറിങ് സാർ. നിർദ്ദേശം ക്ലിയർ ആണ്. ഇവിടെ സമയത്തെയും കളയരുതട്ടെ, വേഗം വരണം. ആടാ എവിടെ ഈ റൈറ്റ് ഇങ്ങോട്ടല്ലേ? രമേശ, രേഖയോട് ചോദിച്ച ബുക്കിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. നീ എല്ലാവരും വിളിച്ചൊന്ന് പറഞ്ഞു. എടാ നിങ്ങളൊക്കെ ഇല്ല, ഞാൻ എങ്ങനെടാ ഒറ്റയ്ക്ക്? ബസ്സിലാണോടാ? സൂക്ഷിച്ചു പോണോടാ. ആ അത് നിങ്ങൾ പൊക്കോ.
ഏതാണ് അവന്മാര്? ഏതാ വള്ളി കേസുകളാ? കുറച്ച് നേരമായി ഇവിടെ കിടന്ന് കളിക്കുന്നു. മെയിൻ്റെനൻസ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവണില്ല. നിങ്ങൾ പോയിക്കോ. ഡാ, അപ്പു എടാ അപ്പു സമയല്ലടാ. അപ്പു എടുത്തോണ്ട് പോടാ. ഒന്ന് പോടാ. എന്താ ഏതെങ്കിലും ഒരുത്തം പുറത്തിറങ്ങി അവന്റെ തല മണ്ടേ അടിച്ചു കൂട്ടി വിട്ടോ. എടുത്തോണ്ട് പോടാ. ഇട്ട് പോടാ. നീ അന്ന് നോക്കണ്ടേ ഈ വണ്ടി? ഒന്ന് വേഗം പോവാന്നോ. ആ കോളനി ശങ്കരനെ കൊണ്ടുള്ള പണി ഇന്നത്തോടെ തീരണം. അതിനാ SI അരവിന്ദൻ നമ്മുടെ കൂടെ നിൽക്കും തോന്നില്ല സാറേ. ആ മണഗുണാഞ്ചനെ കൊണ്ടൊന്നും നടക്കുകയില്ല. വഴി ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. എന്താ സാറേ പ്ലാൻ? പുതിയ SHO ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യും. നിങ്ങളൊന്നും നോക്കണ്ട, പറയണ പോലെ അങ്ങ് നിന്ന് കൊടുത്തേച്ചാൽ മതി. കോളനിക്കാർക്കിട്ടുള്ള പണി വണ്ടിയും പിടിച്ചു വരുന്നുണ്ട്. ഒരു ബ്രൗൺ എസ്റ്റിൽ അതുവഴി പോയിരുന്നോ? ശ്രദ്ധിച്ചില്ല സാറേ. സാറിനെന്താ സാറേ കുടിക്കാൻ? ഒരു കട്ടൻ. ഇവിടെ 3 കട്ടൻ എടുത്തോ. ഒന്ന് ഇത്തിരി സ്ട്രോങ് ആയി. അച്ഛൻ ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. ഞാനിന്ന് ഡ്യൂട്ടി കയറി. ആ കാര്യം മുടങ്ങിയെന്ന് വെച്ചിട്ട് നീ ടെൻഷൻ അടിക്കണ്ട. വേറൊരു കാര്യം ലച്ചു പറഞ്ഞിട്ടുണ്ട്. നല്ല കുട്ടിയാണെന്നാ കേട്ടത്. ഞാനും കണ്ടു വെച്ചിട്ടുണ്ട് ഒരു കുട്ടീനെ, ഒരു 52 വയസ്സുള്ള കുട്ടീനെ. ആദ്യം അച്ഛൻ്റെ ഒറ്റപ്പുള്ളത് മാറട്ടെ, എന്നിട്ട് മതി എൻ്റെത്. ഒന്ന് പോടാ. ഓക്കെ അച്ഛൻ കിടന്നോ, ഞാൻ വിളിക്കാം. എന്താടോ? സാറേ, ഇവരുടെ ജാക്സൺ ബസാറിലെ ടീമാണ്. ഇവന്മാരുടെ കൂട്ടും പരിപാടിയൊക്കെ യൂട്യൂബിലുണ്ട് സാറേ. നമ്മുടെ CI സാറിനെ തല്ലിയ കേസിൽ ഇവരുണ്ടോയെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് സാറേ. എന്താടാ കഴിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട സാറേ. ആ വാ, ഒരു കട്ടടിച്ചിട്ട് പോവാം. കൂട്ടത്തിൽ കൂടി പതുങ്ങിയിരുന്ന നിന്നെ കണ്ടുപിടിക്കലാന്ന് വിചാരിച്ചടാ. പോലീസായിരുന്ന നിന്നെ പോലെ ഊതാൻ പോണ ടീം. നിന്റെ നേതാവുണ്ടല്ല ശങ്കരൻ, അവനെ നമ്മള് പൊക്കി കേട്ടടാ. തൂക്കെടുത്ത് കേട്ടോ. ഞാനും കൂടെ അത്രയും കൂടി ഞങ്ങൾ ചെയ്യേണ്ട സാറേ. ഞങ്ങളെ പാപ്പനെ ചവിട്ടിക്കുന്നു. പോനെ തൂക്കെടുത്തേട്ടാ. എടാ നിന്റെയൊക്കെ മോന്ത ഉണ്ടാ നാട്ടുകാർ കൈവെക്കൂടാ. അവൻ പോലീസുകാർക്കിട്ട് ഉണ്ടാക്കാൻ വന്നേക്കണ്. വേണ്ടിട്ടാ പിടിച്ചു വാങ്ങണം ഫോൺ. ആ ഹലോ, അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, എന്തു പറ്റി? ആ നീ ആ ബസാറിന്റെ പുറത്ത് പോലീസ് എങ്ങാനും ഉണ്ടോ നോക്കിട്ട് വിളി. അല്ല ആരെങ്കിലും വിട്ടാലും മതി. എടാ എന്താണ് കാര്യം പറയ്. സന്തോഷ് ലോക്കായി. ഞാൻ അങ്ങോട്ട് വരിക. ഇവിടെ സേഫ് അല്ല. ഈ ഫോട്ടോ അരവിന്ദൻ അയച്ചു കൊടുത്തോ? അയച്ചിട്ടില്ല സർ. എന്നാ വേഗം അയച്ചു കൊടുക്ക്. സർ. സാറേ, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ആ അരവിന്ദൻ സാറ് പരിപാടിയൊക്കെ നിർത്തി ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അങ്ങനെ ഇപ്പം ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ശങ്കരനെ പൂട്ടുന്ന പരിപാടി നടക്കുമോ സാറേ? ഞാൻ നോക്കിക്കോളാം സാർ. ഹലോ അരവിന്ദൻ, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? സർ, CA സാറ് തല്ലിയ കേസിലെ പ്രതികളിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട്. മറ്റൊരു ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. അവനെയും പൊക്കിക്കൊണ്ട് ഞാൻ സ്റ്റേഷനിലേക്ക് വരാം സാർ. യുവമാരൊക്കെ ആ പുറമ്പോക്കിലെ ടീംസാണ് സാർ. സാർ ഹലോ. താനാദ്യം വണ്ടി സൈഡാക്ക്. വണ്ടി സൈഡേക്ക്. ഈ ജാക്സൺ ബസാറുകാരെ ഇവിടെ എത്തിക്കാൻ താൻ ഇത്ര പാടുപെടണ്ട. അവർക്കുള്ള കെണി ഞാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തനിക്കിപ്പോൾ ഫോണിൽ പ്രതികളുടെ ഫോട്ടോ കിട്ടിയിരിക്കും. ചെല്ല്, ഏത് കാലിൻ്റെ ഇടയിൽ ഒളിച്ചാലും അവന്മാരെ പൊക്കിയേക്ക്.
ഓക്കെ സാർ. എടോ യൂട്ടോ എടുക്ക്. എങ്ങോട്ടാ സാറേ? തനിക്ക് തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ഇല്ല സാറേ. സാറേ ആളെത്തിയിട്ടുണ്ട്, പണിയും തുടങ്ങിയിട്ടുണ്ട്. അരവിന്ദൻ അയാളെ CSR ഇട്ട് പാമ്പും കൂണിയും കളിപ്പിക്കുന്നുണ്ട്. മരുന്നടിച്ച് കയറ്റേണ്ട ഒരു മയക്കമുണ്ട്. നാളെ താൻ വിളിക്കുമ്പോൾ ഒരു ഗുഡ് ന്യൂസും കൂടി വേണം. സാർ ഇവരാണ് ആ വണ്ടിയിലുണ്ടായിരുന്നത്? ആ ഇത് തന്നെയാ. 4 പേരുണ്ടായിരുന്നോ? ആ 4 പേരുണ്ട്. നിനക്ക് ഇവരെ നേരത്തെ അറിയാവടാ? ഇല്ല. ഒന്ന് ചോദിക്കണോ? പറയടാ. അറിയില്ല, അറിയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ തല്ലിക്കൊന്നാലും ഇവിടെ ആർക്കും ഒന്നുമില്ല. സാറേ എൻ്റെ അച്ഛനാ ബാറിലെ സെക്യൂരിറ്റി. ഞങ്ങൾ കുറച്ച് കാശ് മേടിക്കാൻ പോയതാ. അപ്പോഴാണ് അവന്മാർ അച്ഛനെ ബീറൂപ്പിക്കറിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കോർത്തത്. അതിനവന്മാർ 1.5 സെക്കൻഡ് മേൽ വണ്ടി കൊണ്ടേ കയറ്റിയത്. എന്നിട്ട് നിന്റെ അച്ഛനെ വല്ലതും പറ്റോടാ?